ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മേറ്റ്. അപ്പം ഇന്ന് നമ്മുടെ സ്വന്തം ടീം ചെൽസി കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗാണ്, അറ്റ്ലാന്റയിൽ വെച്ചിട്ടാണ് കളി. ഈ ഗെയിമിലേക്ക് വരുമ്പം സത്യം പറയാലോ ഒരു ക്ലൂ ഇല്ല. കാര്യം എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ വെച്ചിട്ട് ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈഡായിരിക്കും ചെൽസി എന്നുള്ളതാണ്. ഇതൊരു EPL സോക്കോൾ ടോപ്പ് 6, അതല്ലെങ്കിൽ ഒരു ബാർസ, റയൽ, അതല്ലെങ്കിൽ ഒരു PSG വേണമൊക്കെ ആണെങ്കിൽ നമ്മളെ ടീം നല്ലൊരു ഫൈറ്റ് കൊടുക്കുമെന്നും എങ്ങനെയെങ്കിലും ജയിക്കുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. പക്ഷേ അതൊരു മിഡ് സൈഡ് അല്ലെങ്കിൽ ഒരു മിഡ് ടേബിൾ സൈഡോ അതല്ലെങ്കിൽ ടേബിളിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ടീമിനോടോ ചെൽസി എങ്ങനെ കളിക്കുമെന്നോ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒത്തിരി അൺപ്രഡിക്റ്റബിളാണ്. ഇതിന് മുന്നൊക്കെ നോക്കുമ്പം ബസ് പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ടീമിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന മത്സരം നോക്കുകയാണെങ്കിൽ ലീഡ്സ് ആണെങ്കിലും ബേൺമൗത്ത് ആണെങ്കിലും അവർ അത്യാവശ്യം നന്നായിട്ട് നമ്മളെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ബസ്സൊന്നും പാർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അവരെ അടിച്ചിടാനോ അല്ലെങ്കിൽ ഒരു ഡ്രോയും ഒരു തോൽവിയായിരുന്നു. അവർക്കെതിരെ നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഈ അറ്റ്ലാന്റ എന്ന് പറയുന്നത് ഒരു സിമിലർ സൈഡാണ്. ഓഫ് കോഴ്സ് അവർ ഡിഫെൻഡ് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. എന്നാലും നമ്മൾ ഈ പറയുന്ന മിഡ് ടേബിൾ EPL അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇന്നത്തെ റിസൾട്ട് ഒത്തിരി അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മളൊരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ മിക്കവാറും ബാക്ക് ഫോർ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ചിലപ്പം ഒക്കുന് പകരം ഹാറ്റോ വരുമായിരിക്കും. റൈറ്റ് ബാക്ക് ആയിട്ട് ഗുസ്തോ തന്നെ കളിക്കും. സെൻറ്റർ ബാക്ക് ആയിട്ട് ചലബ അല്ലെങ്കിൽ ഫൊഫാന, ഇവർ രണ്ടുപേരും തന്നെ പെയറായിരിക്കും. പിന്നെ മിഡ്ഫീൽഡിൽ വരുമ്പം കൈസിഡോ ആൻഡ് സാൻഡോസ് ആവാനാണ് സാധ്യത. നമ്പർ 10 നമ്മുടെ എൻസോ ആയിരിക്കും. റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പോകുന്നത് ഗസ്റ്റാവോ, ലെഫ്റ്റ് വിങ് പെഡ്രോ നെറ്റോ ആൻഡ് സ്ട്രൈക്കർ ജാവോ പെഡ്രോ. കാര്യം പാൾമർ ഇല്ല, റീസ് ഇല്ല, അതുപോലെ തന്നെ ഡെലാപ്പു ഇല്ല. ഇവർ 3 പേരും ടീമിൻ്റെ കൂടെ ഇല്ല എന്നാണ് ഇതുവരെ അറിയാൻ പറ്റിയത്. ഇനിയിപ്പം നമ്മുടെ അറ്റ്ലാന്റയുടെ കാര്യം പറയുകയാണെങ്കിൽ അറ്റ്ലാന്റ ഓൾമോസ്റ്റ് ചെൽസി എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ കളിക്കുന്ന ഒരു ടീമാണ്. ഡൊമസ്റ്റിക്കിലും ഒത്തിരി ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ യൂറോപ്പിൽ അവരുടെ റിസൾട്ട് നല്ലതാണ്. നല്ലതെന്ന് പറയുമ്പം ചെൽസിയുടെ സെയിം പോയിൻ്റാണ്, 10 പോയിൻ്റ് തന്നെയാണ് അവർക്കുള്ളത്. 5 കളി കളിച്ചു, അതിനകത്ത് ഒരു തോൽവി, ഒരു ഡ്രോ, 3 ജയം, അങ്ങനെയാണ്. നമ്മളിപ്പം 7ാം സ്ഥാനത്തിരിക്കുന്നത് ഗോൾ ഡിഫറൻസിൻ്റെ ഒരു വ്യത്യാസത്തിലാണ്. നമ്മളെ പോലെ തന്നെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് യൂറോപ്പിൽ അവർ ഡൊമസ്റ്റിക്കിനെക്കാളും കുറച്ചുകൂടി നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ല കളികൾ കളിക്കാറുണ്ട്. പിന്നെ അവരൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇതവർ ഹോം ഗ്രൗണ്ടാണ്. ഹോം ഗ്രൗണ്ടിൽ അവരെ ക്രൗഡിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാക്സീവ് സപ്പോർട്ടാണ്. അതുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് അവരുടെ അടുത്ത് നിന്ന് നല്ല പുഷ് അല്ലെങ്കിൽ അവർ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പോരാത്തതിന് അവർക്ക് നല്ല റണ്ണേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി മിഡ്ഫീൽഡ്. അതുകൊണ്ട് ട്രാൻസിഷനൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ അവന്മാരടിച്ച് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അവരൊരു പോരായ്മയായിട്ട് പറയപ്പെടുന്നത് 2 വിങ്ങിലും അവരുടെ ഡിഫെൻസീവ് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവരുടെ ഫിനിഷിങ്ങും അത്ര മെച്ചമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചെൽസിയുടെ ഒരു ഇൻകൺസിസ്റ്റൻസിയും പിന്നെ ഓഫ് കോഴ്സ് അൺപ്രഡിക്റ്റബിലിറ്റിയും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണെങ്കിലും അറ്റ്ലാന്റയുടെ ഇപ്പോഴുള്ളൊരു ഫോമും മൊത്തത്തിൽ വെച്ചിട്ട് നമുക്ക് മിക്കവാറും ഒരു ഡ്രോ അല്ലെങ്കിൽ ഒരു 1-2 അതല്ലെങ്കിൽ 0-2 ആ ഒരു സ്കോറിൽ ചെൽസി ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു വേഴ്സ് റിസൾട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡ്രോ ആണ്. എന്തായാലും തോൽക്കില്ല എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത് ഈ ഗെയിമിനെ പറ്റി എന്നുള്ളത് പ്ലീസ് ടു മെൻഷൻ ഇൻ ദ കമൻറ്റ്. താങ്ക് യു ഗൈസ്, ടേക്ക് കെയർ.